നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആദ്യം ഹിസ്ബുള്ളയുടെ നേതാവ് ഹസൻ നസറുള്ള, പിന്നീട് ഉപമേധാവി, പിന്നീട് തലപ്പത്തേക്ക് വന്ന ഓരോരുത്തരെയും, ഏറ്റവും ഒടുവിൽ ഹിസ്ബുള്ളയുടെ മാധ്യമ വക്താവിനെ. ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് അഫീഫ് ഇക്കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടു ഇസ്രായേൽ ആക്രമണത്തിൽ. ഇറാനിൽ നിന്നുള്ള സഹായങ്ങൾ ഹിസ്ബുള്ളയ്ക്ക് തീരെ എത്തുന്നില്ല. ഒടുവിൽ വെടിനിർത്തലിന് നിർബന്ധിതരായിരിക്കുന്നു ഹിസ്ബുള്ള. ഇസ്രായേലുമായി ഒരു വെടിനിർത്തലിന് തങ്ങൾ തയ്യാറാണ് എന്ന് ഹിസ്ബുള്ള ഔദ്യോഗികമായി ലെബനൻ ഭരണകൂടത്തെ അറിയിച്ചു. ഇക്കാര്യം അമേരിക്കയോടവർ വ്യക്തമാക്കി. ലെബനനും ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തലിനുള്ള ഒരു കരാർ അത് ഈ ദിവസങ്ങളിൽ തന്നെ യാഥാർത്ഥ്യമാകും. തിങ്കളാഴ്ച ലെബനനിലെ US അംബാസിഡർക്ക് ഇക്കാര്യം രേഖാമൂലം തന്നെയാണ് ലെബനൻ കൈമാറിയിരിക്കുന്നത്. വൈറ്റ് ഹൗസ് പ്രതിനിധി ആമോസ് ഹോൾസ്റ്റൈൻ ചർച്ചകൾ തുടരാൻ ലെബനനിലേക്ക് പുറപ്പെടുന്നു. ബെയ്റൂത്തിലെത്തിയതിനു ശേഷം കൂടുതൽ ചർച്ചകൾ നടത്തുമെന്നാണ് അമേരിക്ക പറഞ്ഞിരിക്കുന്നത്. അമേരിക്കയുമായി കൂടുതൽ ചർച്ചകൾ നടത്തുമെന്നും ഉടൻ തീരുമാനത്തിലെത്തുമെന്നും പാർലമെന്റ് സ്പീക്കർ നബീഹ് ബെറിയുടെ സഹായി അലി ഹസൻ ബലീൽ പറയുന്നു. ലെബനൻ തങ്ങളുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായി ഒരു പേപ്പറിൽ അമേരിക്കയെ അറിയിച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് അമേരിക്കയും ഇസ്രയേലും ചേർന്ന്. 2006 ഹിസ്ബുള്ളയും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ച UN സുരക്ഷാ കൗൺസിൽ പ്രമേയം 1701 ഉടൻ നിലവിൽ വരുമെന്നാണ് ഇസ്രയേൽ കരുതുന്നത്. ലെബനൻ മണ്ണിൽ ഇസ്രയേൽ നടത്തിയ സൈനിക നീക്കങ്ങൾ ഒടുവിൽ പൂർണ്ണ വിജയം കാണുന്നു. ഹിസ്ബുള്ളയുടെ സായുധ സേനയെ അതിർത്തിയിൽ നിന്ന് ദൂരേക്ക് തള്ളിവിടുക എന്നത് തന്നെയായിരുന്നു ഇസ്രയേലിൻ്റെ ആത്യന്തിക ലക്ഷ്യം. അതിൽ പൂർണ്ണമായി ഇസ്രയേൽ വിജയിച്ചിരിക്കുന്നു. ഒക്ടോബർ 7 യുദ്ധം തുടങ്ങിയതിനു ശേഷം ഇസ്രയേൽ തങ്ങളുടെ ലക്ഷ്യം കൃത്യമായി നിർവചിച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് വടക്കൻ ഇസ്രയേലിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട കുടുംബങ്ങളെ പ്രദേശത്തേക്ക് തിരികെ കൊണ്ടുവരും എന്ന പ്രതിജ്ഞ തന്നെയായിരുന്നു. ലെബനനിലെ സൈനിക സാന്നിധ്യം എന്ന നിലയിൽ നിന്ന് പൂർണ്ണമായി ഹിസ്ബുള്ളയെ തുടച്ചു നീക്കുക, ഇതായിരുന്നു ഇസ്രയേലിന്റെ ആത്യന്തിക ലക്ഷ്യം. ലെബനൻ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു നിർണായക ശക്തിയായി ഹിസ്ബുള്ള വളർന്നു വരുന്നതിനിടയിലായിരുന്നു ഇസ്രയേൽ ഹിസ്ബുള്ളയുമായി നടത്തിയ ഈ ഏറ്റുമുട്ടൽ. പൂർണ്ണമായി ഹിസ്ബുള്ളയുടെ മേൽ ഒരു വിജയം കൈവരിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞോ എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. കാരണം ഇപ്പോഴും ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ നടത്താൻ ശക്തിയുണ്ട് ഹിസ്ബുള്ളയ്ക്ക് ഇസ്രായേലിന് നേർക്ക്. ലെബനൻ മണ്ണിലെ പ്രധാന സാന്നിധ്യം തന്നെയാണ് ഹിസ്ബുള്ള. അതിന്റെ സൈനിക ശക്തിയും കഴിവുകളുമൊക്കെ വ്യക്തമായി ഇസ്രായേലിനറിയാം. ലെബനന്റെ സായുധ സേനയേക്കാൾ ശക്തം. സ്കൂളുകൾ, ക്ലിനിക്കുകൾ, യുവജന പ്രോഗ്രാമുകൾ, മറ്റ് സാമൂഹിക പദ്ധതികൾ എന്നിവയിലൂടെ വിപുലമായ ഒരു ശൃംഖലയാണ് ലെബനനിൽ ഹിസ്ബുള്ള സൃഷ്ടിച്ചെടുത്തിരിക്കുന്നത്. ഇറാൻ ധനസഹായത്തോടെ അവരുടെ പ്രോക്സിയായി ഹിസ്ബുള്ള നിലകൊള്ളുന്നു. ഹമാസിനെ സഹായിക്കുക, സിറിയൻ ഭരണകൂടത്തെ സഹായിക്കുക എന്നീ ലക്ഷ്യങ്ങൾ കൂടി അവർക്ക് മുന്നിലുണ്ട്. ഒട്ടനവധി ബിസിനസ് താൽപ്പര്യങ്ങളും ലെബനൻ മണ്ണിൽ ഹിസ്ബുള്ള എന്ന സംഘടനയ്ക്കുണ്ട്. ബെയ്റൂത്ത് കേന്ദ്രീകരിച്ച് നിരവധി ബിസിനസ് സംരംഭങ്ങൾ, മയക്കുമരുന്ന് കടത്ത്, യൂറോപ്യൻ കറൻസി വ്യാജമാക്കൽ എന്നിവയുൾപ്പെടെ സംഘടിത ക്രിമിനൽ പ്രവർത്തനങ്ങളാണ് ഹിസ്ബുള്ള ലെബനനിൽ നടത്തുന്നത് എന്ന് ഇസ്രയേൽ ആരോപണമുന്നയിക്കുന്നു. ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ നിന്ന് സമ്പാദിക്കുന്ന പണം വെളുപ്പിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളുമുണ്ട് ബെയ്റൂത്തിൽ അനേകം. ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങൾ ലക്ഷ്യമിട്ട് നേരത്തെ ഇസ്രയേൽ ശക്തമായ ആക്രമണങ്ങൾ ബെയ്റൂത്തിൽ നടത്തിയിരുന്നു. 1992 മുതൽ ലെബനനിലെ തെരഞ്ഞെടുപ്പുകളിൽ ഒരു സാന്നിധ്യമായിരുന്നു ഹിസ്ബുള്ള. 2005 ആദ്യമായി ക്യാബിനറ്റിൽ പ്രവേശിച്ചു. അതിനുശേഷം ഓരോ ലെബനീസ് ഗവൺമെൻറ്റുകളിലും സീറ്റ് നില അവർ ഉയർത്തിയെടുത്തു. നിലവിലെ സർക്കാർ ഒരു ഇടക്കാല സർക്കാരാണ്. പ്രധാനമന്ത്രി ഇടക്കാല പ്രധാനമന്ത്രിയും. രാജ്യത്തിന് ഒരു പ്രസിഡന്റിന്റെ അഭാവം ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് തന്നെ ലെബനന്റെ നയരൂപീകരണത്തിലേക്ക് ഹിസ്ബുള്ള വളർന്നു കയറിയ കാലഘട്ടത്തിൽ വ്യക്തമായ ലക്ഷ്യങ്ങളോടെയാണ് ഇസ്രായേൽ ലെബനൻ മണ്ണിൽ യുദ്ധം ആരംഭിച്ചത്. ലെബനന്റെ രാഷ്ട്രീയ വ്യവസ്ഥിതിയിലേക്ക് കൂടുതൽ പടർന്നു കയറി ഒരു ഏകാധിപത്യ മോഡൽ ഭരണത്തിനാവും ഭാവിയിൽ ഹിസ്ബുള്ള ശ്രമിക്കുക. ലെബനീസ് ജനസംഖ്യയുടെ 70% ആളുകളും ഹിസ്ബുള്ളയെ പൂർണ്ണമായി എതിർക്കുന്നവരാണ്. എന്നാൽ പരസ്യമായി ഇത്തരം എതിർപ്പുകൾ ഉയർത്താൻ അവർക്ക് ശക്തിയില്ല. രാജ്യത്തെ 30% വരുന്ന ഷിയ മുസ്ലിമുകളുടെ പിന്തുണയിലാണ് ഹിസ്ബുള്ള ലെബനനിൽ വളർന്നത്. ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് ഭൂരിപക്ഷമുണ്ടായിരുന്ന ഒരു കാലഘട്ടം ലെബനൻ രാജ്യത്തിനുണ്ടായിരുന്നു. പിന്നീട് ആഭ്യന്തര കലഹത്തിൽപ്പെട്ടുലഞ്ഞ ഒരു രാജ്യം. നിരവധി പേർ രാജ്യം വിട്ട് യൂറോപ്യൻ യൂണിയനുകളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കുമൊക്കെ അഭയം തേടി.
ഒടുവിൽ ലെബനനിൽ ഹിസ്ബുള്ള വളർന്നു കയറിയപ്പോൾ മികച്ച സമ്പദ്ഘടനയുള്ള ഒരു രാജ്യമാണ് തകർന്നടിഞ്ഞത്. ലെബനനിലെ ലിറ്റാനി നദി വടക്ക് നിന്ന് തെക്ക് രാജ്യത്തിലേക്ക് ഒഴുകി തുടർന്ന് മെഡിറ്ററേനിയൻ കടലിലേക്ക് പതിക്കുന്നു. ബ്ലൂ ലൈൻ എന്നറിയപ്പെടുന്ന നദിയാണ് ലിറ്റാനി നദി. ഈ നദിക്കും ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിക്കുമിടയിലുള്ള പ്രദേശത്താണ് ഹിസ്ബുള്ള കൂടുതൽ ശക്തമായിരിക്കുന്നത്. ഇസ്രായേലിൽ നിന്ന് വെറും 6 കിലോമീറ്റർ അകലെ 6 മുതൽ 28 കിലോമീറ്റർ വരെ വീതിയിൽ ശക്തമായ സാന്നിധ്യമാണ് ഹിസ്ബുള്ള നേരത്തെ ഉറപ്പിച്ചിരുന്നത്. ഈ പ്രദേശം പൂർണ്ണമായി UN നിരീക്ഷണത്തിലുള്ളതാണ്. എന്നാൽ UN സേനയെ നോക്കുകുത്തിയാക്കി പ്രദേശത്ത് ശക്തമായ സാന്നിധ്യമായി മാറി ഹിസ്ബുള്ള. 1948 അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം ലെബനൻ ഒരിക്കലും ഇസ്രായേലുമായി ഒരു സമാധാന ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ വേർതിരിക്കുന്ന ഒരു രേഖ കൃത്യമായി നിർവചിക്കപ്പെട്ടിട്ടുമില്ല. എന്നാൽ 2000-ൽ 1978-ലെയും 82-ലെയും സംഘർഷങ്ങളെ തുടർന്ന് ലെബനനിൽ നിന്ന് ഇസ്രായേലിന്റെ പിൻവാങ്ങൽ സ്ഥിരീകരിക്കാൻ UN ഒരു അതിർത്തി രേഖ വരച്ചു. ഈ പ്രദേശങ്ങളിൽ നീല ബാരലുകൾ വെച്ചുകൊണ്ട് ഒരു അതിർത്തി തിരിക്കലാണ് UN നടത്തിയത്. പ്രദേശങ്ങളിൽ നിരീക്ഷണത്തിനായി UN സേനയെയും നിയോഗിച്ചു. ഹിസ്ബുള്ളയുമായുള്ള യുദ്ധത്തെ തുടർന്ന് 2006-ൽ UN സുരക്ഷാ കൗൺസിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചു. UN സുരക്ഷാ കൗൺസിൽ പ്രമേയം 1701 ചില സുപ്രധാന നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതിൽ പ്രധാനപ്പെട്ടത് ലിറ്റാനി നദിക്കപ്പുറമുള്ള ഇസ്രായേൽ അതിർത്തി ഭാഗത്ത് ഹിസ്ബുള്ളയുടെ സൈനിക സാന്നിധ്യം ഉണ്ടാകരുത് എന്നതു തന്നെ. എന്നാൽ UN-ന്റെ ഒരു ഫാന്റസി ലോകം മാത്രമായിരുന്നു അവിടെ നിലനിന്നിരുന്നത് എന്ന് ഇസ്രായേൽ പറയുന്നു. പ്രദേശം പൂർണ്ണമായി ഹിസ്ബുള്ളയുടെ നിയന്ത്രണത്തിലായിരുന്നു. വടക്കൻ ഇസ്രായേലിന് നേർക്ക് അവർ നിരന്തരം ആക്രമണം നടത്തി. ഒടുവിൽ വടക്കൻ ഇസ്രായേലിൽ നിന്ന് തങ്ങളുടെ പൗരന്മാരെ കുടിയൊഴിപ്പിക്കേണ്ടി വന്നു ഇസ്രായേലിന്. ലെബനനിലെ എല്ലാ സായുധ സംഘങ്ങളെയും നിരായുധരാക്കാം എന്ന ഉറപ്പാണ് അന്ന് UN മുന്നോട്ട് വെച്ചത്. രാജ്യത്തെ ഒരേയൊരു സായുധ സേന ലെബനൻ ഭരണകൂടത്തിൻ്റെതായിരിക്കണം എന്ന് ഇസ്രായേൽ നിബന്ധന വെച്ചിരുന്നു. ഇസ്രായേലും ലെബനനും തമ്മിലുള്ള അതിർത്തി നിശ്ചയിക്കേണ്ടത് ഇരു രാജ്യങ്ങളും കൂടിയാലോചനകളിലൂടെയാണ് എന്നും ഇസ്രായേൽ അന്ന് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഹിസ്ബുള്ള കൂടുതൽ സൈനികവൽക്കരണം നടത്തിയപ്പോൾ അതിനെ എതിർക്കാൻ UN ചെറുവിരൽ അനക്കിയില്ല എന്ന് ഇസ്രായേൽ പറയുന്നു. ലെബനീസ് ഗവൺമെന്റിനെ പോലെ UN സംവിധാനവും നോക്കുകുത്തികളായി നിന്നു. 2023 ഒക്ടോബർ 8 മുതൽ ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് നിരന്തരം ആക്രമണം നടത്തി. ഒടുവിൽ 10,000-കണക്കിന് നിവാസികളെ അവരുടെ വീടുകളിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടി വന്നു ഇസ്രായേൽ ഭരണകൂടത്തിന്. തീ കൊണ്ടെതിരിടുക എന്ന യുദ്ധത്തിനാണ് പിന്നീട് തങ്ങൾ ഇറങ്ങിത്തിരിച്ചത്. തങ്ങളെ ആദ്യം ആക്രമിച്ചത് ഹിസ്ബുള്ളയാണ്. അതുകൊണ്ട് അതേ നാണയത്തിൽ തങ്ങൾ മറുപടി കൊടുത്തു എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. വ്യക്തമായ യുദ്ധലക്ഷ്യങ്ങളോടെ പിന്നീട് ഇസ്രായേൽ ഇറങ്ങിത്തിരിച്ചു. ഹിസ്ബുള്ളയെ ആക്രമിക്കുക എന്നതിൽ കവിഞ്ഞ് അതിൻ്റെ നേതൃത്വത്തിലുള്ളവരെ ഉന്മൂലനം ചെയ്യുക എന്ന യുദ്ധതന്ത്രത്തിലേക്ക് ഇസ്രായേൽ മാറി. ഹിസ്ബുള്ളയുടെ നേതാക്കളെ ഉന്മൂലനം ചെയ്തും അതിൻ്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ തകർത്തും ഇസ്രായേൽ ശക്തമായ മറുപടി കൊടുത്തു. ഹിസ്ബുള്ള ഭീകരരെ കൊന്നൊടുക്കി ആൾബലം ഇല്ലാതാക്കി കൂടുതൽ ദുർബലമാക്കുകയായിരുന്നു ഇസ്രായേലിന്റെ ലക്ഷ്യം. ഹിസ്ബുള്ള കൈയടക്കി വെച്ചിരുന്ന തുരങ്കങ്ങൾ കണ്ടെത്തി അത് പരമാവധി തകർത്തു. ആയുധശേഖരം നശിപ്പിച്ചു. റോക്കറ്റ് ലോഞ്ചറുകളും മിസൈൽ ശേഖരവുമൊക്കെ സ്ഫോടനങ്ങളിലൂടെ തകർത്തെറിഞ്ഞു. ഹിസ്ബുള്ളയുമായി ആക്രമണങ്ങൾ ശക്തമായ കാലഘട്ടത്തിലാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് കടന്നു വരുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിനോട് ട്രംപ് പറഞ്ഞു, ആദ്യം നിങ്ങളുടെ ജോലി പൂർത്തിയാക്കി ലെബനനുമായി ഒരു കരാർ ഉണ്ടാക്കൂ. വ്യക്തമാണ് ട്രംപിൻ്റെ നിർദ്ദേശം. ഹിസ്ബുള്ളയെ നിലംപരിശാക്കി ലെബനനുമായി ഒരു കരാർ ഉണ്ടാക്കാനാണ് ട്രംപ് നെതന്യാഹുവിനോട് നിർദ്ദേശിച്ചത്. തുടർന്ന് അതിശക്തമായ ആക്രമണങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ ലെബനനിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾക്ക് നേരെ നടത്തിയത്. ഇനി രക്ഷയില്ല, നിൽക്കക്കള്ളിയില്ല എന്ന് ഹിസ്ബുള്ളയ്ക്ക് ബോധ്യമായി. അതിൻ്റെ തുടർച്ചയാണ് ഏറ്റവും ഒടുവിൽ വെടിനിർത്തലിന് തയ്യാറാകുന്ന ഹിസ്ബുള്ളയുടെ ഇപ്പോഴത്തെ നീക്കം. ഒരു വിധേനയും ഇറാൻ തങ്ങളെ സഹായിക്കാനെത്തില്ല എന്ന് ഹിസ്ബുള്ളയും ഹമാസുമൊക്കെ ഇപ്പോൾ തിരിച്ചറിയുന്നു. ആയുധശേഖരം പോലും നഷ്ടപ്പെട്ടിരിക്കുന്നു. നവംബർ 13 മുൻപ് ലെബനനിൽ ഒരു വെടിനിർത്തൽ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ലോകത്തിനുള്ളത്. ഇത് സംബന്ധിച്ച് ചില ചർച്ചകൾ ട്രംപിൻ്റെ മരുമകനുമായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹു നടത്തി എന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു.
ലെബനനിലെ US അംബാസഡർ ലിസ ജോൺസൺ ലെബനൻ സ്പീക്കർ ബെറിക്ക് ഒരു ഉടമ്പടിയുടെ കരാർ നൽകി എന്ന വാർത്തകൾ പുറത്തുവരുന്നു. ട്രംപിന് മുൻപേ ആ സമാധാന കരാർ യാഥാർത്ഥ്യമാക്കുക എന്നതാണ് ജോ ബൈഡൻ ഭരണകൂടത്തിന്റെ ലക്ഷ്യം. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയാൽ ഒരുപക്ഷെ ദിവസങ്ങൾക്കകം ലെബനനുമായി ഒരു സമാധാന കരാറിൽ ഒപ്പിടും. ഹിസ്ബുള്ളയെ വെടിനിർത്തലിന് പ്രേരിപ്പിക്കാനും ട്രംപിന് കഴിയും. താനൊരു ദുർബലനല്ല എന്ന് ലോകത്തെ ഇസ്രായേലിനെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തമുണ്ട് ജോ ബൈഡന്. അതുകൊണ്ട് തന്നെ അമേരിക്ക കളമറിഞ്ഞിപ്പോൾ കളിക്കുന്നു. ലെബനനിൽ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്ക് പിന്നിലും ഇക്കാരണം തന്നെ. ലിറ്റാനി നദിക്കപ്പുറത്തേക്ക് പൂർണ്ണമായി ഹിസ്ബുള്ളയെ തള്ളിമാറ്റാൻ ഈ ഉടമ്പടിയിലൂടെ ഇസ്രായേലിന് കഴിയും. പൂർണ്ണമായി ഹിസ്ബുള്ളയെ നിരായുധീകരിക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. അതിലപ്പുറം സൈനികമായ ചില നിരീക്ഷണങ്ങൾക്ക് തങ്ങളെ അനുവദിക്കണം എന്നും ഇസ്രായേൽ ഈ കരാറിൽ ആവശ്യപ്പെടും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.